ഇനി ഇറങ്ങാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലെല്ലാം വരാൻ പോകുന്ന ഹൈ എൻഡ് അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 2 വെച്ച് വരുന്ന ഏതൊക്കെ ഫോണുകളാണ് ഈ ഡിസംബർ മാസം, ഈ വരാൻ പോകുന്ന ഡിസംബർ മാസം അല്ലെങ്കിൽ ജാനുവരിയിലേക്ക് ലോഞ്ച് ആവുന്നത് നമുക്ക് നോക്കാം. സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്പോടുകൂടി വന്ന ആദ്യത്തെ ഫോൺ, അതായത് ലോഞ്ച് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ വിവോയുടെ X90 Pro Plus ആണ്. ഈ വിവോ X90 Pro Plusന്റെ വിവോ X90യും X90 Proയും നമ്മുടെ MediaTek പ്രോസസ്സറിലാണ് വരുന്നത്. X90 Pro Plus മാത്രമാണ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 വരുന്നത്. സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6.78 ഇഞ്ചിന്റെ ഒരു 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്ന QHD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതൊരു AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 4700 mAh ആണ് ബാറ്ററി. 12 GB LPDDR5 RAM ആണ് വരുന്നത്. 512 GB UFS 4.0 സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ UFS 4.0 എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഡേറ്റ ട്രാൻസ്ഫറിങ്ങും കോപ്പിങ്ങും പേസ്റ്റിങ്ങും എല്ലാം നടക്കുന്നത് കൊണ്ടാണ് ഈ UFS എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയും 48 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് സെൻസറും 50 മെഗാ പിക്സലിന്റെ തന്നെ ഒരു പോർട്രേറ്റ് ടെലിഫോട്ടോയും അതുപോലെ തന്നെ 64 മെഗാ പിക്സലിന്റെ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ സെൻസറും ഇതിനകത്തുണ്ട്. 32 മെഗാ പിക്സലിന്റെ സെൽഫി ഷൂട്ടറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ ജനറിക് ആയിട്ടുള്ള ഒരു ഫോണാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കിടിലം വിവോയുടെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ വിവോ X90 Pro Plus നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്പും അതിൻ്റെ അകത്തുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസസ്സറോട് കൂടി വരുന്ന രണ്ടാമത്തെ ഫോൺ ഈ ഡിസംബർ മാസം ഇറങ്ങും എന്നൊക്കെ പറയുന്ന പലരും Xiaomi 13ഉം Xiaomi 13 Proയും ആണ്. Xiaomi 13ന്റെ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ 6.38 ഇഞ്ചിന്റെ ഒരു OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. എല്ലാ സ്പെക്കും ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത്രയും ഫോണുകളുടെ സ്പെക്ക് നമുക്ക് നോക്കി വായിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഓർത്ത് വയ്ക്കാനൊന്നും പറ്റില്ല. 6.38 ഇഞ്ചിന്റെ ഒരു OLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സ് ആണ് റിഫ്രഷ് റേറ്റ്. അതുപോലെ തന്നെ 50 മെഗാ പിക്സലിന്റെ പ്രൈമറിയും അതുപോലെ തന്നെ 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും ആണ് ഇതിന്റെ ക്യാമറ എന്ന് പറയുന്നത്. പിന്നെ ഒരു മാക്രോ സെൻസറും ഉണ്ട്. 4500 mAhന്റെ 67 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടി വരുന്ന ബാറ്ററിയാണ്. ഇത്രയാണ് ഇതിന്റെ മെയിൻ സ്പെക്ക് എന്ന് പറയുന്നത്. ഇനി 13 Pro നോക്കിക്കഴിഞ്ഞാൽ 6.7 ഇഞ്ചിന്റെ ഒരു 120 ഹെർട്സ് റിഫ്രഷ് റേറ്റിൽ വരുന്ന E6 AMOLED ആണ്. E6 AMOLED ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ഫോണുകളിലും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫോണുകളിലൊക്കെ വരുന്ന AMOLED എന്ന് പറയുന്നത്. സാംസങ് ആണ് അതുണ്ടാക്കുന്നതൊക്കെ. സാംസങ് കീ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ ഒരു സോണി IMX989ഉം 50 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും പിന്നീട് 50 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോയും 32 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 4800 mAhന്റെ 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറോട് കൂടിയാണ് അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റിയോട് കൂടിയാണ് വരുന്നത്. ഇതിനകത്ത് ചാർജർ ഓമാര് തരുവില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പിന്നീട് വരുന്നത് നമ്മുടെ മോട്ടോ X40 ചൈനയിൽ മാത്രം റിലീസാവുമെന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ ഇന്റർനാഷണലിയും എല്ലായിടത്തും റിലീസാവുമെന്നും പറയുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും 6.7 ഇഞ്ചിന്റെ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 165 ഹെർട്സ്. എൻ്റെ മോണിറ്റർ, അതായത് ഗെയിം കളിക്കുന്ന മോണിറ്റർ 165 ഹെർട്സ് ആണ്. 165 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. 50 മെഗാ പിക്സൽ പ്ലസ് 50 മെഗാ പിക്സൽ പ്ലസ് 12 മെഗാ പിക്സൽ. പിന്നീട് 60 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് സെൽഫി ക്യാമറ. 5000 mAhന്റെ ബാറ്ററി. ഞാൻ ഇത്രയും വായിച്ചതിൽ കുറച്ച് ബാറ്ററി കപ്പാസിറ്റി കൂടിയിട്ടുള്ളത് ഇത് തന്നെയാണ്. 68 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. ചൈനയിൽ ഇത് ഉടനെ തന്നെ റിലീസ് ചെയ്യും. നമ്മുടെ കാര്യമൊക്കെ കണ്ടറിയേണ്ടി വരും. ചില ഫോറത്തിൽ പറയുന്നുണ്ട് 2023 അവസാനം ആവുമെന്ന്, ചിലർ പറയുന്നുണ്ട് 2023 ആദ്യം തന്നെ വരുമെന്ന്. നമുക്ക് നോക്കാം. ഇനി സാംസങ് ഗാലക്സി S23 Ultra. യെസ്, സാംസങ് ഇതാ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിൻ്റെ അകത്ത് നമ്മുടെ Gen 2 തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ 6.8 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള ഒരു കർവ്ഡ് OLED ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് ഇതിന്റെ ചിപ്സെറ്റ്. ആസ് യൂഷ്വൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 200 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, പിന്നീട് 40 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ, 5000 mAhന്റെ ബാറ്ററി, പിന്നെ 25 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്. അയ്യടാ, എല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവസാനം കൊണ്ടുവന്ന 25 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്. അടുത്ത് എനിക്ക് പറയാനുള്ള ഫോണിനെ കുറിച്ചിട്ട് ഞാൻ പൊക്കണോ അതോ കരയണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത ഏണികൾ വാങ്ങി പിടിച്ച് വെക്കാനായിട്ട് നമ്മുടെ OnePlus 11 Pro ഇറക്കുകയാണ് സുഹൃത്തുക്കളെ. സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് പ്രോസസ്സർ. 6.7 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള AMOLED ഡിസ്പ്ലേ, 50 മെഗാ പിക്സലിന്റെ പ്രൈമറി, 42 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, 32 മെഗാ പിക്സലിന്റെ 2x ടെലിഫോട്ടോ,
ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, പിന്നെ 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ. എനിക്ക് തോന്നുന്നത് ഞാൻ എന്ന് OnePlus കണ്ടോ അന്ന് മുതൽ 16 മെഗാ പിക്സലിൽ നിൽക്കുകയാണ് ഫ്രണ്ട് ക്യാമറ. 5000 mAh ബാറ്ററി, 100 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. അതിലൊക്കെ OnePlus അടിപൊളിയാണ് കേട്ടോ, ഈ ഫാസ്റ്റ് ചാർജിങ്ങിൽ കൊള്ളാം. പിന്നെ ഇത് 2022 എൻഡ്, അതായത് ഡിസംബറിൽ ലോഞ്ച് ആവുമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ലോഞ്ചിന് എനിക്ക് എന്തെങ്കിലും യൂണിറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം. ഫൈനലായിട്ട് നമ്മുടെ ലിസ്റ്റിനകത്തുള്ളത് iQOO 11ഉം iQOO 11 Proയും. iQOO 11ൻ്റെ iQOO 11 Proയുടെയും ഫീച്ചേഴ്സ് കിടിലമാണ്. iQOO 11 Proയുടെ ഞാൻ വായിച്ചു തരാം. 6.78 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിലുള്ള 144 Hz റിഫ്രഷ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ, 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, പിന്നീട് ഒരു 14.6 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ. ഇനി 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇനി 4700 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി, 200 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്, 200 വാട്ട്സ്, അതായത് കുത്തി ഉടനെ എടുക്കാം. ഇനി അടുത്ത iQOO 11 നോക്കിക്കഴിഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ വീണ്ടും 2K റെസൊല്യൂഷനിലുള്ള 144 ഹെർട്സിലുള്ള E6 AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നമുക്ക് 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി, 13 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ്, 12 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ. പിന്നീട് 16 മെഗാ പിക്സലിൻ്റെ ആണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. 5000 mAh ബാറ്ററി, 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജ്, UFS 4.0 ആണ് സ്റ്റോറേജ്. അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. ഇതും ഡിസംബറിൽ ഇറങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വരുന്ന ഡിസംബറിൽ ഇഷ്ടം പോലെ ഫോൺ ലോഞ്ചുകളുണ്ട്. എന്തുകൊണ്ട് അവർ ഈ ഡിസംബറിൽ നിന്ന് മാറ്റി 2023 എഡിഷനായിട്ട് ജാനുവരിയിൽ ഇറക്കാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ജാനുവരിയിൽ പുതിയ ഫോണുകൾ വരുമായിരിക്കാം. അപ്പോൾ ഇത്രയും ഫോണുകളാണ് ഇനി നമ്മളിതാ ഈ വരുന്ന അടുത്ത മാസങ്ങളിലും അതിൻ്റെ തൊട്ടടുത്ത മാസങ്ങളിലും ഒക്കെ കാണാൻ പോകുന്ന കുറച്ച് ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെന്ന് പറയുന്നത്. എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഞാൻ എല്ലാത്തിൻ്റെ സ്പെക്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഇതെല്ലാം പല സോഴ്സസിൽ നിന്നായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ്. അപ്പോൾ ചിലപ്പോൾ ചില തിരുത്തുകളൊക്കെ ഇതിനകത്ത് വന്നേക്കാം. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഫോണുകൾ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻ ഉള്ള ഫോൺ ഏതാണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നോക്കിക്കാണുന്നത് നമ്മുടെ S23 Ultra ആണ്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരായിരിക്കും. Bye-bye.